വെൽക്കം ടു റൈറ്റ് ബോർഡ്സ് ഒഫീഷ്യൽ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കണ്ടോ, ഈ പിക്ചർ നോക്കിക്കേ എല്ലാവരും. ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലവർ എന്ന് പറയുന്നത് ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഷൂട്ടാണ്. അപ്പോൾ ഈ പിക്ചറിൽ നമുക്ക് കാണാം, ആ ഫ്ലവറിൻ്റെ താഴെ ഭാഗത്ത് ഒരു സ്റ്റോക്ക് കാണാം. അതായത് ഒരു ഫ്ലവറിനെ അതിൻ്റെ സ്റ്റെമ്മുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത് ഒരു സ്റ്റോക്കുമായിട്ടാണ്. ആ സ്റ്റോക്കിനെ നമ്മൾ പറയുന്ന പേരാണ് പെഡിസൽ അഥവാ പൂഞ്ഞെട്ട് എന്ന് പറയും. അതായത് പൂവിനെ ചെടിയുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തുന്ന ആ സ്റ്റോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെഡിസൽ എന്ന് പറയുന്നത്. ഈ പെഡിസലിൻ്റെ സ്വോളൻ ടിപ്പിന് നമ്മൾ പറയുന്ന പേരാണ് തലാമസ്. അപ്പോൾ ഈ തലാമസിൽ ഫ്ലോറൽ ലീവ്സിൻ്റെ 4 വേൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലെ ഔട്ടർമോസ്റ്റ് വേൾഡിന് പറയുന്ന പേരാണ് കാലിക്സ് അഥവാ വിതളം. അതായത് ഈ കാലിക്സ് എന്ന് പറയുന്നത് മൊട്ടായിരിക്കുന്ന സമയത്ത് ആ ഫ്ലവറിനെ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, അതുപോലെ വിരിഞ്ഞതിന് ശേഷം അതിൻ്റെ സെപ്പൽസിനൊക്കെ ഇങ്ങനെ താങ്ങി നിർത്തുക. ഇതാണ് ഈ കാലിക്സ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൻ്റെ ഫങ്ഷൻ. സെക്കൻഡ് വേൾ എന്ന് പറയുന്നത് കൊറോള. കൊറോള എന്ന് പറയുന്നത് കളേഡാണ്. ഇത് പെറ്റൽസ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ്. അതായത് പൂവിന് നല്ല നിറവും മണവും പൂവിനൊരു ആകർഷകത്വമൊക്കെ നൽകുന്ന ഒരു പാർട്ടാണ് കൊറോള. തേർഡ് വേൾ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യം. അപ്പോൾ ഈ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് സ്റ്റേമൻസ് കൊണ്ട് ഫോം ചെയ്തിട്ടുള്ളതാണ് ആൻഡ്രീഷ്യം. അപ്പോൾ ആൻഡ്രീഷ്യം എന്ന് പറയുന്നത് പൂവിലെ ആൺലിംഗാവയവം, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ആൻഡ്രീഷ്യം. ഫോർത്ത് വേളിന് നമ്മൾ പറയുന്ന പേരാണ് ഗൈനീഷ്യം അല്ലെങ്കിൽ പിസ്റ്റൽസ് എന്നും പറയും. അപ്പോൾ ആൻഡ്രീഷ്യം പോലെ ഗൈനീഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവറിലെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് ഗൈനീഷ്യം. അതായത് ഒരു പ്ലാന്റിലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് ഫ്ലവറാണ്. അപ്പോൾ ഫ്ലവറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെയാണ്? സെപ്പൽസ്, പെറ്റൽസ്, സ്റ്റേമൻസ് ആൻഡ് പിസ്റ്റിൽ. ഇത്രയുമാണ് ഒരു ഫ്ലവറിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്നത്. ഇത്രയും പാർട്സിൽ സ്റ്റേമൻസും പിസ്റ്റിൽസും ആണ് ഒരു ഫ്ലവറിൻ്റെ ജേം സെൽസ് കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള റീപ്രൊഡക്റ്റീവ് പാർട്സ്. ഒരു ഫ്ലവർ എന്ന് പറയുന്നത് അത് ചിലപ്പോൾ യൂണിസെക്ഷൽ ആകാം അല്ലെങ്കിൽ ബൈസെക്ഷൽ ആകാം. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവറിൽ ഒന്നുകിൽ സ്റ്റേമൻ ആയിരിക്കും, അതല്ലെങ്കിൽ പിസ്റ്റിൽസ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് പപ്പായ, വാട്ടർമെലൺ. ഇതൊക്കെ യൂണിസെക്ഷൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ്. പക്ഷെ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവറിൽ സ്റ്റേമൻസും പിസ്റ്റിൽസും രണ്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഹിബിസ്കസ്, മസ്റ്റാർഡ്. ഇതൊക്കെ ബൈസെക്ഷൽ ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് സ്റ്റേമിനെ കുറിച്ചും പിസ്റ്റിൽസിനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, നിങ്ങൾ പിക്ചറിൽ കണ്ടോ സ്റ്റേമൻ എന്തൊക്കെയാണ് വരുന്നത്? ആന്തർ, ഫിലമെൻറ്റ്. ആന്തറും ഫിലമെൻറ്റും ചേർന്നിട്ടുള്ള ആ പാർട്സിനെ മൊത്തമായിട്ട് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റേമൻ. അപ്പോൾ ഒരു ഫ്ലവറിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റേമൻ ആണ്. ഈ സ്റ്റേമൻ ആണ് പോളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് എന്താ? ഒരു യെല്ലോയിഷ് കളറിലുള്ള ഒരു പൊടി പോലെ നമുക്ക് ഒരു ഫ്ലവർ ഹിബിസ്കസോ അല്ലെങ്കിൽ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് കാണില്ലേ, അതിലൊരു മഞ്ഞ കളറിലുള്ള ഒരു തരി പോലെ കാണപ്പെടുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. നമ്മളൊരു ഫ്ലവറിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ സ്റ്റേമലിനെ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പതിയുന്ന ആ ഒരു മഞ്ഞ ഒരു പൗഡർ പോലത്തെ ആ ഒരു പാർട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളൻ ഗ്രൈൻസ്. ഈ സ്റ്റേമന് 2 പാർട്സ് ഉണ്ട്, ഫിലമെൻറ്റ്, ആന്തർ. അപ്പോൾ ഇതിലെ ആന്തറാണ് പോളൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റേമൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. ഇനി പിസ്റ്റിൽസ് എന്ന് പറയുന്നത് എവിടെയാണ് കാണപ്പെടുന്നത്? പിസ്റ്റിൽസ് എന്ന് പറയുന്നത് ഒരു ഫ്ലവറിൻ്റെ സെൻറ്ററിൽ കാണപ്പെടുന്ന ഒരു പാർട്ടാണ്. അതാണ് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ദി പ്ലാന്റ് എന്ന് പറയുന്നത് പിസ്റ്റിൽസ് ആണ്. പിസ്റ്റിൽസിന് 3 പാർട്സ് ഉണ്ട്. കണ്ടോ, ഫസ്റ്റ് കാണുന്ന പാർട്ടിൻ്റെ പേരെന്താ? സ്റ്റിഗ്മ. സെക്കൻഡ് വൺ സ്റ്റൈൽ, തേർഡ് വൺ ഓവറി. അപ്പോൾ പിസ്റ്റിൽ എന്ന് പറയുന്നത് സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി എന്ന് പറയുന്ന 3 പാർട്സ് കൊണ്ട് ഉള്ളതാണ് എന്ത്? പിസ്റ്റിൽസ് എന്ന് പറയുന്നത്. പിസ്റ്റിലിൻ്റെ ടോപ്പിൽ കാണപ്പെടുന്നത് സ്റ്റിഗ്മ. ആ ലോങ് ഒരു സ്ട്രക്ചറിനെ പറയുന്നതാണ് സ്റ്റൈൽ. ലാസ്റ്റ് ഫൈനലായിട്ട് ബോട്ടത്തിൽ കാണപ്പെടുന്ന പാർട്ടാണ് ഓവറി. ഇത്രയും
ഇത്രയുമാണ് ഒരു ഫ്ലവറിൻ്റെ പാർട്സ്. ഇനി നമുക്ക് സ്റ്റിഗ്മ, അതുപോലെ ഓവറി, എങ്ങനെയാണ് ഇവിടെ ജെർമിനേഷൻ നടക്കണേ, ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു പിക്ചർ വെച്ചിട്ട് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഇവിടെ ഈ സ്വോളൻ ബോട്ടം പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓവറി എന്ന് പറയുന്നത്. മിഡിൽ കാണപ്പെടുന്ന ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള പാർട്ടിനെയാണ് നമ്മൾ സ്റ്റൈൽ എന്ന് പറയുന്നത്. ടെർമിനൽ പാർട്ടിനെയാണ് നമ്മൾ സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ഈ ഓവറികൾ ഒവ്യൂൾസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ ഒവ്യൂളും ഓരോ എഗ്സെല്ലിനെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജേം സെൽസ് ഈ ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള സെൽസ് എവിടെയാണ് ഉണ്ടായിട്ടുണ്ടാവുക, അത് ഒവ്യൂളിലാണ് ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ അത് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൽ ജേം സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫീമെയിൽ ഗാമേറ്റ്സ് ഒവ്യൂളിലും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അങ്ങനെ ഇത് തമ്മിൽ ചേർന്നിട്ട് ഫ്യൂസ് ചെയ്തിട്ട് അവിടെ ഒരു സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഈ സൈഗോട്ടാണ് ഗ്രോ ചെയ്തിട്ട് ഒരു ന്യൂ പ്ലാന്റ് ആയിട്ട് മാറുന്നത്. അതായത് ഇവിടെ ഇത് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന ഈ സൈഗോട്ടിന് എന്തിനുള്ള കഴിവുണ്ട്, ഒരു ന്യൂ പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി എന്തിനുണ്ട്, ഈ സൈഗോട്ടിനുണ്ട്. ഈ പോളൻ ഗ്രെയിൻസിലെ 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിയസ് ഉണ്ട്. ഏതൊക്കെയാ, ഒന്ന് ജനറേറ്റീവ് ന്യൂക്ലിയസും അതുപോലെ ട്യൂബ് ന്യൂക്ലിയസും. കണ്ടോ, ഇതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ആ ഒരു റൗണ്ട് ഷേപ്പിലുള്ള അതിനെയാണ് നമ്മൾ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളൻ ഗ്രെയിൻസിൽ 2 ടൈപ്സ് ഓഫ് ന്യൂക്ലിയസ് ഉണ്ട്. ഒന്ന് ജനറേറ്റീവ് ന്യൂക്ലിയസ് ആൻഡ് ട്യൂബ് ന്യൂക്ലിയസ്. അങ്ങനെ പോളൻ ഗ്രെയിൻസിൽ നിന്ന് ഫോം ചെയ്യുന്ന ഈ പോളൻ ട്യൂബ് സ്റ്റിഗ്മയിൽ വന്നിട്ട് പതിക്കുന്നുണ്ട്. അതുമാത്രമല്ല, അങ്ങനെ അത് ഓവറിൻ്റെ അടുത്തേക്ക്, ഓവറിക്ക് നേരെയായിട്ട് അത് വളരുന്നു. കണ്ടോ, ഇവിടെ നമുക്ക് ഈ പിക്ചറിൽ കാണാം 2 ടൈപ്പ് ന്യൂക്ലിയസ് ഉണ്ട്, ട്യൂബ് ന്യൂക്ലിയസ് ആൻഡ് ജനറേറ്റീവ് ന്യൂക്ലിയസ്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, സ്റ്റിഗ്മയിലേക്ക് പതിക്കുന്നു. ആ സ്റ്റിഗ്മ ഓവറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വളരുകയാണ് ചെയ്യണത്. ഇതിനോടൊപ്പം തന്നെ പോളൻ ട്യൂബിലേക്ക് പോളൻ ഗ്രെയിൻസിൽ നിന്നുള്ള ഈ ന്യൂക്ലിയസും എൻ്റർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പോളൻ ട്യൂബിൽ വെച്ചിട്ട് ഈ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് 2 മെയിൽ ഗാമേറ്റ്സും ഫോം ചെയ്യുന്നു. അതുപോലെ ട്യൂബ് ന്യൂക്ലിയസ് അവിടെ വെച്ചിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓവറിയിലേക്ക് എത്തുന്ന ഈ മെയിൽ ഗാമേറ്റ്സിലെ ഒരെണ്ണം അവിടെയുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്യുന്നു. രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ് പോളാർ ന്യൂക്ലിയുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. അതായത് ഓവറിയിലെ പോളാർ ന്യൂക്ലിയായിട്ട് ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഒരു എൻഡോസ്പോം ഫോം ചെയ്യുന്നു. അങ്ങനെ ഈ സൈഗോട്ട് വളർന്നിട്ട് ഒരു എംബ്രിയോയി മാറുകയും അതുപോലെ അവിടെയുള്ള എൻഡോസ്പേം എന്ന് പറയുന്നത് ഈ ഒരു എംബ്രിയോൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റോർഡ് ഫുഡായിട്ട് മാറുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ഒരു ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇനി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്തൊക്കെയാണ് നടക്കുകയെന്ന് നോക്കാം. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ എന്താ സംഭവിക്കുന്നത്, ഈ സൈഗോട്ട് സെവറൽ ടൈംസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് അതൊരു എംബ്രിയോ ആയിട്ട് ഒവ്യൂളിൻ്റെ ഉള്ളിൽ ഫോം ചെയ്യും. ഓക്കെ, ഈ ഒവ്യൂൾ എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒവ്യൂൾ അവിടെ ഒരു ടഫ് കോട്ട് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യിക്കുന്നു. അതുപോലെ ഈ എംബ്രിയോ പിന്നീട് അത് സീഡായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യണത്. അതായത് ഒവ്യൂൾ ഇവിടെ ഒരു ടഫ് കോട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ അത് ഗ്രാജുവലായിട്ട് സീഡായിട്ട് അത് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യണത്. അതുമാത്രമല്ല, ഓവറിക്ക് എന്ത് സംഭവിക്കും, ഓവറി റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുന്നു. എന്നിട്ട് അതൊരു ഫ്രൂട്ടിൻ്റെ ഫോമിലാവുകയാണ് ചെയ്യണത്. അങ്ങനെ ഈ ഓവറി ഫ്രൂട്ട്സായി മാറുന്ന സമയത്ത് ഈ ഫ്ലവറിന് ആദ്യം എന്തൊക്കെ ഉണ്ടായിരുന്നു, പെറ്റൽസ്, സെപ്പൽസ്, സ്റ്റേമെൻസ് ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഇതൊക്കെ എന്ത് ചെയ്യും, ഇതിനൊക്കെ എന്ത് സംഭവിക്കുക, ഇതെല്ലാം ഫോൾ ഓഫ് ആണ് ചെയ്യുന്നത്. ഒരു സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഫ്യൂച്ചർ പ്ലാന്റ് അല്ലെങ്കിൽ ഒരു എംബ്രിയോ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻസ് കിട്ടുന്ന സമയത്ത് ഈ എംബ്രിയോ ഒരു സീഡ്ലിംഗ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ജെർമിനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു സീഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. കണ്ടോ,
ആദ്യം കാണിച്ചിട്ടുള്ളത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സീഡാണ്. സെക്കൻഡ് പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് ആ സീഡ് ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്ന് കാണിക്കുന്ന ഒരു പിക്ചറാണ് സെക്കൻഡ് വൺ. അതിൽ കോട്ട്ലിഡൻ കണ്ടോ, ഫുഡ് സ്റ്റോർ ചെയ്യുന്ന കോട്ട്ലിഡനിലാണ്. അതിൽ കാണുന്ന പ്രിമ്യൂൾ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട്. അത് ഫ്യൂച്ചറിൽ ഷൂട്ടായിട്ട് മാറുന്ന ഒരു പാർട്ടാണത്. റാഡിക്കൽ, ഫ്യൂച്ചർ ഫ്രൂട്ടായിട്ട് മാറുന്ന ഭാഗമാണ് റാഡിക്കൽ. അപ്പോൾ പോളിനേഷൻ നടക്കണമെങ്കിൽ സ്റ്റേമിൽ നിന്നുള്ള പോളൻസ് സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ആവണം. ഇങ്ങനെ ഈ പോളൻ ഗ്രെയിൻസ് ഒരേ ഫ്ലവറിൽ തന്നെയാണ് ഇങ്ങനെ കൈമാറ്റം ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ പറയും സെൽഫ് പോളിനേഷൻ എന്ന് പറയും. ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്കാണ് ഈ പോളൻസ് കൈമാറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ ക്രോസ് പോളിനേഷൻ എന്ന് പറയും. ഇങ്ങനെ ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്കാണ് ഈ പോളൻസ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ അതിന് ചില ഏജൻസ് ഉണ്ട്. ഏതൊക്കെയായിരിക്കും ഏജൻസ്? വിൻഡ്, വാട്ടർ, എനിമൽസ്. ഈ ഏജൻസ് ത്രൂ ആണ് എന്ത് നടക്കുന്നത്? ഒരു ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് മറ്റൊരു ഫ്ലവറിലേക്ക് എത്തിപ്പെടുന്നത്. സോ ഇത്രയും ഭാഗമാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഒരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ എന്താണെന്നും അതുപോലെ എങ്ങനെ ജെർമിനേഷൻ നടക്കുന്നുവെന്നും ടൈപ്സ് ഓഫ് പോളിനേഷൻ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ള ഒരു ഐഡിയ വന്നിട്ടെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.